കേരളത്തിൽ വ്യാപകമായി കഞ്ചാവ് വരുന്നുണ്ട്. അല്ലെങ്കിൽ മയക്കുമരുന്ന്, കെമിക്കൽ മയക്കുമരുന്നുകൾ, വളരെ അപകടകരമായ മരുന്നുകൾ കുട്ടികളുടെ ഇടയിൽ വരെ വ്യാപകമാവുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാം. മല്ലയിടത്തുനിന്ന് ഒരു 5 ഗ്രാം പിടിക്കും, ഇവിടെ 10 ഗ്രാം പിടിക്കും. പിന്നെ അത് രാഷ്ട്രീയ വഴക്കാവും, ആരെങ്കിലുമൊക്കെ പോയി രക്ഷിക്കും. കേരള പോലീസ് കഴിവില്ലാത്ത പോലീസൊന്നുമല്ല. നാർക്കോട്ടിക് ആണെങ്കിലും ഏതാണെങ്കിലും, ഇപ്പോൾ ക്രൈം ആണെങ്കിലും കേരള പോലീസ് നല്ല കഴിവുള്ള പോലീസ് തന്നെയാണ്. പക്ഷെ അവർക്ക് എത്രത്തോളം സ്വതന്ത്രമായി പെരുമാറാൻ കഴിയും എന്നതാണ് ചോദ്യം. തീർച്ചയായും കേരള പോലീസിന്, പ്രത്യേകിച്ച് നർക്കോട്ടിക് സെക്ഷന് അതിശക്തമായി ഇടപെടാൻ കഴിയുമെന്നാണ് ഈ ഗവൺമെന്റിന്റെ ഇതുവരെയുള്ള ദിവസങ്ങൾ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ഭരണകൂടത്തിന്റെ നല്ല സപ്പോർട്ട് ഈ സംവിധാനത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഇത് പിടിക്കാൻ. അപ്പൊ പോലീസുകാരെ പിടിച്ചാലും ഒരു സ്റ്റെപ്പ് മേപ്പോട്ട് പോയാൽ അവിടെ നിൽക്കും. കാരണം പിന്നെ മേപ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം അത് അവിടെ ഈ ജ്യോതിഷക്കാർ പറയും ആരൂടെ തടയാന്ന് പറയും. പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ അവസാനിക്കും, പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആരൂടം തടഞ്ഞ് നമ്മുടെ പലപ്പോഴും ഈ അന്വേഷണങ്ങൾ കെട്ടുപോകാറുണ്ട്. അത് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇപ്പോൾ പോലീസിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരടക്കം ഉണ്ട് എന്നുള്ള ഒരു പരാതി വന്നിട്ടുണ്ട്. കാരണം ഈ റിട്ടയർഡ് പോലീസുകാർക്കും നിലവിലുള്ള പോലീസുകാരും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും. അതുകൊണ്ട് അത്തരം മാഫിയകൾ ഉണ്ടെങ്കിൽ പോലീസിനകത്ത് തന്നെ ക്രിമിനൽസ് ഉണ്ടെന്ന് പണ്ടൊരു DGP ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്രിമിനൽസ്, അത്രയുള്ള ആളുകൾ അവരെങ്ങനെയാണ് പെരുമാറുന്നത്? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്, നിങ്ങൾ എനിക്ക് ഭരണം തരൂ, ഞാൻ ഈ പറയുന്ന മയക്കുമരുന്ന് മാഫിയ അല്ലെങ്കിൽ ഡ്രഗ് മാഫിയെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കാമെന്ന്. പക്ഷെ അന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി പറയുന്നതാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ പോലും ഒരു വശത്ത് നിന്ന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഡ്രഗിനെതിരെ ചെയ്തു. ക്യാമ്പയിനുകൾ, സ്കൂളുകളിലുള്ള അവയർനെസ് ക്ലാസ്, ഇത്തരം കാര്യങ്ങളിലൊന്നും രമേശ് ചെന്നിത്തല പിന്നോട്ട് പോയില്ല. ഇപ്പോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ കേരളത്തിന്റെ, എനിക്കൊന്ന് ഏറ്റവും അതിൽ തീരുമാനമെടുത്തത് രമേശ് ചെന്നിത്തല ആണെങ്കിലും കേരള പോലീസിനെ സമ്മതിച്ചു കൊടുക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പൊ കഴിഞ്ഞ 10 വർഷം നമ്മൾ ദിവസവും കാണുന്നതാണ്. പിടിക്കുന്ന MDMA ആയിക്കോട്ടെ, കഞ്ചാവ് ആയിക്കോട്ടെ, പിടിക്കുന്ന ആളുകൾ, കുട്ടികളടക്കമാണ് പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 10 വർഷമായി ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നതല്ല, കണ്ണടച്ച് കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ LDF സർക്കാർ ഇവർക്ക് വളരാനുള്ള അവസരം കൊടുത്തു. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ആവേശമായി മാറുമോ എന്നൊരു സംശയമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതെന്തായാലും അങ്ങനെ മാറാതിരിക്കട്ടെ എന്ന് കേരളീയർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ, ഇവിടൊന്നുമല്ല, വളരെ ശക്തമായ നിലപാട്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞിട്ടും അതേപോലെ യാത്രയൊക്കെ നടത്തിയല്ലോ. ഈ യാത്ര നടത്തുന്നത് പല യാത്രയും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതല്ല, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി ഉണ്ട് എന്ന് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നു. പക്ഷെ പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റും, അതായിരുന്നു ചോദ്യം. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ, കേരളത്തിൽ വ്യാപകമായി കഞ്ചാവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്ന്, കെമിക്കൽ മയക്കുമരുന്നുകൾ, വളരെ അപകടകരമായ മരുന്നുകൾ കുട്ടികളുടെ ഇടയിൽ വരെ വ്യാപകമാവുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. മല്ലയിടത്തുനിന്ന് ഒരു 5 ഗ്രാം പിടിക്കും, ഇവിടെ 10 ഗ്രാം പിടിക്കും. പിന്നെ അത് രാഷ്ട്രീയ വഴക്കാവും, ആരെങ്കിലുമൊക്കെ പോയി രക്ഷിക്കും. ആലപ്പുഴ ജില്ലയിൽ തന്നെ വലിയ വ്യാപകമായി സംബന്ധിച്ച വലിയ ആരോപണം G. സുധാകരനെ പോലെയുള്ള ആളുകൾ അന്ന് ഉയർത്തിയിരുന്നു. അവിടെ പാർട്ടി, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പോലും ഇതുമായി നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു കാര്യം നമുക്ക് അതിന് വളരെ കൃത്യമായിരുന്നു. കേരള പോലീസ് കഴിവില്ലാത്ത പോലീസൊന്നുമല്ല. നാർക്കോട്ടിക് ആണെങ്കിലും ഏതാണെങ്കിലും, ഇപ്പോൾ ക്രൈം ആണെങ്കിലും കേരള പോലീസ് നല്ല കഴിവുള്ള പോലീസ് തന്നെയാണ്. പക്ഷെ അവർക്ക് എത്രത്തോളം സ്വതന്ത്രമായി പെരുമാറാൻ കഴിയും എന്നതാണ് ചോദ്യം. തീർച്ചയായും കേരള പോലീസിന്, പ്രത്യേകിച്ച് നർക്കോട്ടിക് സെക്ഷന് അതിശക്തമായി ഇടപെടാൻ കഴിയുമെന്നാണ് ഈ ഗവൺമെന്റിന്റെ ഇതുവരെയുള്ള ദിവസങ്ങൾ നമ്മളെ കാണിക്കുന്നത്. ചാർജ് എടുക്കുന്നതിന് മുമ്പ് തുടങ്ങി പുള്ളി. ഔദ്യോഗികമായി ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ തുഫാന്റെ വർക്ക് പുള്ളി ചെയ്തു വെച്ചിരുന്നു. അതല്ല, അദ്ദേഹം നല്ല ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, വളരെ ഡീറ്റെയിൽ ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടുകളെ മുഴുവൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് അറിയാം. ഇപ്പൊ പോലീസിൽ സാധാരണ പോലീസുകാരെ സംബന്ധിച്ചൊരു വിഷയമല്ല. അവർക്ക് ഫ്രീ ഹാൻഡ് കിട്ടിയാൽ അവർ പോയി പിടിക്കും, യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് തന്നെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ഏതാണ്ട് നാട്ടുകാർക്ക് പോലും അറിയാം, എവിടെയാ അതൊക്കെ വരണേന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് പിടിക്കുന്നില്ല? ആ ചോദ്യത്തിനുള്ള ഉത്തരം രാഷ്ട്രീയ നേതൃത്വത്തിന് ഇച്ഛാശക്തി ഇല്ല എന്ന് തന്നെയാണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി. ഇത് പിടിക്കാൻ പറ്റാത്തതല്ല, പക്ഷേ പിടിക്കാൻ പോലീസിനെ അനുവദിക്കില്ല.
ഇപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് പല കേസുകളും പിടിച്ചു. ഇപ്പോൾ 5 ഗ്രാം MDMA, 1/2 ഗ്രാം MDMA, 1/2 കിലോ കഞ്ചാവ്, ഇങ്ങനെയാണല്ലോ പിടിക്കണേ. എന്തായാലും ഈ 1/2 ഗ്രാം MDMA 5 ഗ്രാം MDMA ആരും ഉണ്ടാക്കില്ലല്ലോ. ഇത് ഉണ്ടാക്കിയ ആരും ഉണ്ടല്ലോ, അതെവിടെ ആയിക്കൊള്ളുന്നില്ല. ഈ പിടിച്ചവനല്ല ഇത് ഉണ്ടാക്കി, അയാൾക്ക് കൊണ്ടുവന്ന ആളുണ്ടല്ലോ, അയാൾക്ക് കൊടുത്ത ആളുണ്ടല്ലോ, അല്ലേ? ഇത് അങ്ങനെ വന്നാൽ ഇതിനൊരു ചെയിനാണ്, വളരെ ശക്തമായൊരു ചെയിനാണ്. ഈ ചെയിൻ രക്ഷപ്പെടണമെങ്കിൽ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ട് വേണം, അല്ലാണ്ട് പറ്റില്ല. കാരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊളിയും. അപ്പോൾ ഭരണകൂടത്തിൻ്റെ നല്ല സപ്പോർട്ട് ഈ സംവിധാനത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത്ര പെട്ടെന്ന് ഇത് പിടിക്കാൻ. അപ്പോൾ പോലീസുകാർ തമ്മിൽ പിടിച്ചാലും ഒരു സ്റ്റെപ്പ് മേപ്പോട്ട് പോയാൽ അവിടെ നിൽക്കും, കാരണം പിന്നെ മേപ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം അത് അവിടെ ഈ ജ്യോതിഷക്കാർ പറയും ആരൂടെ തടയാന്ന് പറയും. പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ അവസാനിക്കും, പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആരൂടം തടഞ്ഞ് നമ്മുടെ പലപ്പോഴും ഈ അന്വേഷണങ്ങൾ കെട്ടുപോകാറുണ്ട്. അത് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഏത് നേതാവായിക്കോട്ടെ, ഏത് പാർട്ടിയുടെ ആളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഇത് പറഞ്ഞാൽ ഇത് പിടിച്ചിരിക്കുന്നു മാത്രമല്ല അവരെ ശിക്ഷിച്ചിരിക്കും. ഇപ്പോൾ വലിയ തോതിലാണ് പിടിക്കുന്നത്, ചെറിയ തോതിലൊന്നുമല്ല, കിലോ കണക്കിനാണ് പലരെയും നിന്നും പിടിക്കുന്നത്. അപ്പോൾ ഈ കിലോ കണക്കിന് കൊണ്ടുവരുന്നവരെ പിടിച്ചാൽ മാത്രമേ ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ. ഈ ഗ്രാം പിടിക്കുന്നവനെ പിടിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. അവൻ്റെ നിന്ന് 4 ഇടി കൊടുത്ത് അവൻ ആരാ കൊടുത്തതെന്ന് പറയാൻ വേണമെങ്കിൽ കിട്ടിയായിരിക്കും, ഒന്നുമില്ല. മാത്രമല്ല ഇത് 2-3 തരത്തിൽ പ്രശ്നം. ഇപ്പോൾ വീട്, സ്കൂള്, സ്കൂൾ കുട്ടികൾ അവരുടെ രീതിയിൽ ഇതെങ്ങനെ വ്യാപിക്കുന്നു അത് ഫോളോ അപ്പ് ചെയ്ത് എങ്ങനെ പിടിക്കാം എന്നുള്ളതും അതിനുള്ള ചില മാർഗങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുഫാൻ എവിടെയാണ് ഈ തുഫാൻ അടിക്കേണ്ടത് എന്നുള്ളത്. അതിൽ രക്ഷിതാക്കൾക്കും ഒക്കെ പങ്കുണ്ട്. രക്ഷിതാക്കൾക്കും കുട്ടികളെ നിരീക്ഷിക്കാനുള്ള പങ്കുണ്ട്, കുട്ടികളെ ചെയ്യാനുള്ള പങ്കുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോൾ പോലീസിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരടക്കം ഉണ്ട് എന്നുള്ള ഒരു പരാതി വന്നിട്ടുണ്ട്. കാരണം ഈ റിട്ടയർഡ് പോലീസുകാർക്കും നിലവിലുള്ള പോലീസുകാരും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും. അതുകൊണ്ട് അത്തരം മാഫിയകൾ ഉണ്ടെങ്കിൽ പോലീസിനകത്ത് തന്നെ ക്രിമിനൽസ് ഉണ്ടെന്ന് പണ്ടൊരു DGP ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്രിമിനൽസ്, അത്രയുള്ള ആളുകൾ അവരെങ്ങനെയാണ് പെരുമാറുന്നത്, ഇത് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ പറ്റി ഇനി ആരോടും പറയേണ്ടതില്ല. മറ്റൊന്ന്, ഇത് ഒരിക്കൽ അഡിക്റ്റ് ആയി നോക്കിയാൽ അവരെ മോചിപ്പിക്കാനുള്ള സംവിധാനം നമുക്ക് വേണം. അത് അഡിക്റ്റ് ആയാൽ പിന്നെ അവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കല്ല. കുട്ടികളാണ് പലരും, വളരെ ചെറുപ്പമല്ലേ. അങ്ങനെയുള്ള ഒരു ഇതായി കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും ഒപ്പം ചേർത്ത് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ 1/2 ഗ്രാം അടിച്ചവനെ പിടിക്കുകയല്ല, അവന് കൊടുത്തവനെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടുവന്നവനെ പിടിക്കുമ്പോൾ നമുക്ക് ഇവനെ കൂടെ നിർത്താൻ പറ്റും. അപ്പം ഇവരെ കൂടെ നിർത്തുക എന്നുള്ളത് അവിടെയും രക്ഷിതാക്കൾക്കും ഈ പറഞ്ഞ പോലെ ടീച്ചർമാർക്കും സുഹൃത്തുക്കൾക്കും വലിയ പങ്കുണ്ട്. കാരണം എങ്ങനെയാണ് നിർത്തുക എന്നുള്ളത്. അതിനു വേണ്ട ഒരു സാമൂഹ്യ കൂട്ടായ്മ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് മന്ത്രി ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എങ്ങനെ ഇവരെ ഇതിൽ നിന്ന് തീരുമാനിക്കാൻ പറ്റും. അതിനൊക്കെ പുറമെ യുവാക്കൾക്ക് മറ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ടാവണം. അവിടെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കലല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് പുറത്തു പോകാൻ സ്ഥലങ്ങളില്ല, കളിക്കാൻ വേണ്ടത്ര സ്ഥലങ്ങളില്ല, അവരെ അത് പ്രചോദിപ്പിക്കുന്ന വേറെ ഐറ്റംസ് ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത ദിവസം ഒരു ലോകകപ്പ് വരികയാണ്. ലോകകപ്പ് വരുമ്പോൾ ഇതിൻ്റെ ഉപയോഗം കുറയാൻ സാധ്യത. വേറെ ഒന്നുമല്ല, അവർക്ക് അർമാദിക്കാനൊരു ചാൻസ് ഉണ്ട്, അവർക്ക് ഇൻവോൾവ് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഇത് വളരെ അത്തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക കൂടുതൽ. ഇതെല്ലാം ചെയ്താൽ തീർച്ചയായും ഓപ്പറേഷൻ തുഫാൻ നിലനിന്ന് മുമ്പോട്ട് പോകണം. കാരണം അല്ലെങ്കിൽ സംഭവിക്കുക, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ഡ്രഗ് മാഫിയ വല്ലാതെ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഉറപ്പാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുവാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾ എന്ന് പറഞ്ഞ് അവരെ ഇത് കഴിച്ചിട്ടാണോ ഇരിക്കണമെന്ന് അറിയാൻ പറ്റില്ല. മദ്യമൊക്കെയാണെങ്കിൽ നോക്കിയാലും മണം കിട്ടും, ഇത് അതുപോലും കിട്ടില്ല. ഇങ്ങനെ ഒരുമാതിരി ഇരിക്കും. പിന്നെ മാത്രമല്ല ഹിംസാത്മകമാണ്, ചിലരും ഹിംസയാണ്, ഒരു വയലൻ്റ് ആവുന്ന ഒരു സംഗതിയുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ചെന്നിട്ട് ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ, പിന്നെ പണം കിട്ടിയില്ലെങ്കിൽ അതിന് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതക്ഷരത്തിലും ഒരാൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ, ഒരു അഡിക്റ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ അയാളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന്, അയാളെ തിരിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് ഉള്ള ശ്രമങ്ങൾ കൂടി നിരന്തരമായി ഉണ്ടാവണം. അതിന് സർക്കാരും ഈ പറഞ്ഞതുപോലെ സന്നദ്ധ സംഘടനകളും
അധ്യാപകരും വിദ്യാർത്ഥികളും മറ്റുള്ള ആളുകളൊക്കെ രക്ഷിതാക്കളൊക്കെ ഒന്ന് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ തൂഫാൻ വലിയ വിജയമാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിജയമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്.